ഞാനെന്നുള്ളത് അബുദാബിയിലെ ക്രൂയിസ് ടെർമിനലിലാണ്. ഇവിടെ ഇറ്റാലിയൻ നാവികസേനയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഷിപ്പുണ്ട്. വേൾഡിലെ ഏറ്റവും സുന്ദരമായ കപ്പലെന്ന് പേര് കേട്ടുള്ള ആ കപ്പലിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. അപ്പോൾ നമുക്ക് കപ്പലിൻ്റെ ഉള്ളിൽ ഉള്ള കാഴ്ചകളെല്ലാം പോയിട്ട് നേരിട്ട് കാണാൻ. ഇവിടെ വന്നാൽ ഒരു 4-5 ദിവസത്തെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. അബുദാബിയിൽ ഈ കപ്പൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പലിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവർ 2023 ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേൾഡിലെ മേജർ സിറ്റീസിൽ നമ്മളെ മുംബൈയിൽ, അതേപോലെ സിംഗപ്പൂർ, അവിടെയൊക്കെ കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ദോഹ എല്ലായിടത്തും കവർ. ഇനി ഇത് സൗദിക്ക് പോകണം. അങ്ങനെ വേൾഡ് ടൂറാണ്. 3 വർഷത്തെ പര്യടനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അബുദാബിയിൽ ഈ കപ്പൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കപ്പലിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ മൊത്തം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇറ്റാലിയൻ നാവികസേനൻ്റെ അതിപ്രശസ്തമായ ആ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോവാൻ നമ്മൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഏകദേശം 93 വർഷത്തോളം പഴക്കം ചെന്ന ഇറ്റാലിയൻ നാവികസേനൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കപ്പലിൻ്റെ ഉൾവശമാണ്. ഏകദേശം ആ ഒരു നേരെ കയറി വന്നിട്ട് മേലേക്ക് കയറി വന്നാൽ നമുക്കിതിൻ്റെ ഈ പായ്ക്കപ്പലിൻ്റെ ഓരോ കയറുകളും കാര്യങ്ങളും, ഇത് പായിൻ്റെ പായ് വലിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഓരോ ഇതുണ്ടാവുമല്ലോ പായിൻ്റെ ആ കാര്യങ്ങൾ. പായ നമ്മളെ നാട് ചൂടിക്കയറ് പോലെ. ഇത് നമ്മളെ ആങ്കർ ഇല്ലേ, കപ്പലിൻ്റെ ആങ്കർ ഇടുന്ന ആ കയറും കാര്യങ്ങളും. ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ ആങ്കർ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഒരു വെറൈറ്റി. They used to have now they have the Iron Maiden chain, but back then.
ഒരു കപ്പൽ ഏകദേശം 3 വർഷത്തോളമായിട്ട് യാത്ര തുടരാന്നാണ് പറഞ്ഞത്. യാത്ര 3 വർഷത്തെ ഒരു ലോക പര്യടനമാണ്. അപ്പോൾ ഏകദേശം ടോക്കിയോ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സിംഗപ്പൂർ, അതേപോലെ ഇങ്ങനെ വന്ന് മുംബൈയിലൊക്കെ വന്നിട്ട് കറാച്ചി, മസ്കറ്റ്, ദോഹ, അതിനുശേഷമാണ് ഇപ്പോൾ അബുദാബിയിലുള്ളത്. അബുദാബിക്ക് ശേഷം ഇനി ജിദ്ദയിലേക്ക് അങ്ങനെ പോയി ഏകദേശം 2003 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2025 അവസാനിക്കുന്ന രൂപത്തിൽ അവസാനം ചുറ്റി ഏകദേശം ഇവിടെ എത്തും. അതാണ് ഈ മാപ്പിൽ ഇവർ മാർക്ക് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ എല്ലാ ഭാഗത്തും ലൈഫ് ബോട്ട് ഉണ്ട്, ഇഷ്ടംപോലെ. 1, 2 പുറത്താണെങ്കിലും ആ സൈഡിലാണെങ്കിലും നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആണെങ്കിലും ലൈഫ് ബോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈഫ് ബോട്ടാണ്. നമ്മളെ നാട്ടിലെ ഏകദേശം വലിയ ബോട്ടിൻ്റെ ആ ഒരു റേഞ്ച് വരും ഇതിലുള്ള ലൈഫ് ബോട്ട് തന്നെ. ഇതിൻ്റെ താഴത്തെ ഫ്ലോറാണ്. ഇത് ഏകദേശം 93 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീൽ ചെയ്യൂല. അമ്മാതിരി ഫുൾ മരം കൊണ്ട് ഫുള്ള് വേറെ ലെവല് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പാണ് ഈ സംഭവം. ഇത് വർഷങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കപ്പൽ എന്നുള്ളൊരു ഖ്യാതി ഈ ഒരു സംഭവം, ഈ ഒരു കപ്പലിനാണ് ഈ ഒരു പേരുണ്ടായിട്ടുള്ളത്. Come with me. One here, stay here. Stay, don't move. Other here. Hola. Thank you so much. This is anchor, right? Sorry? This is anchor, right? Anchor, yeah. Still it's working? More or less. The mean is that one. Which anchor you are using now? Now, that one. That one? Yeah. How long you are working in this ship? Sorry? How long you are working in this ship? No, I'm here since 1 month. Only 1 month? Yeah, Ah. I am new. I am new of the crew. You will be at 2025, right? Yeah. Okay, thank you. You're welcome. ഈ ഒരു ഭാഗമാണ് കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ഒരു പായ്ക്കപ്പലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പായ്ക്കപ്പലിൻ്റെ ഈ കയറും കാര്യങ്ങളും. ഈ പായ്ക്കപ്പൽ ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവർ ഈ കയറ് വലിച്ചിട്ടാവും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കാറ്റിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം. അതേപോലെ ഇവിടെ തന്നെ ഉണ്ട് എൻജിൻ റൂമിലേക്ക് പോകാനുള്ള ഒരു കോണി, ഒരു സ്റ്റെപ്പ്. അണ്ടർഗ്രൗണ്ട്, അതല്ലെങ്കിൽ എൻജിൻ റൂം, അങ്ങനെ എന്തെങ്കിലും സ്റ്റോറോ അങ്ങനെ എന്തെങ്കിലും ആവും. പായ്ക്കപ്പലിൻ്റെ കയറുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചൂടിക്കയറാണ്. നമ്മളെ നാട്ടിലെ ഒരു ബേപ്പൂര് ഒക്കെ ഇങ്ങനത്തെ ഒരുപാട് ഉരുകളുണ്ട്, ഉരുകൾ കാര്യങ്ങൾ. അതേപോലെ ഇങ്ങനത്തെ ബോട്ട് മരം കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ
ചെറിയ ബോട്ട് വലിയ ബോട്ടുകളും ഒക്കെ നമ്മളെ കോഴിക്കോട് ബേപ്പൂരൊക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ ഒരു ശൈലി തന്നെയാണ് പണ്ട് മുതൽക്കേ അവരും കപ്പൽ യൂസ് ചെയ്ത്